ലോക രക്തദാന ദിനം എന്നാണ്? ജൂൺ 14. ദേശീയ രക്തദാന ദിനം എന്നാണ്? ഒക്ടോബർ 1. മനുഷ്യ ശരീരത്തിൽ ശരാശരി എത്ര രക്തം ഉണ്ടാകും? 5 മുതൽ 6 ലിറ്റർ വരെ. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി. രക്തബാങ്കിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് റിച്ചാർഡ് ഡ്രൂ. രക്തബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് എത്ര? 4 ഡിഗ്രി സെൽഷ്യസ്. ജൂൺ 14 ലോക രക്തദാന ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏത്? 2004. രക്തഗ്രൂപ്പുകൾ, RH ഘടകം എന്നിവ കണ്ടെത്തിയത് ആരാണ്? കാൾ ലാൻഡ് സ്റ്റെയ്നർ. ശരീരത്തിലെ ഏറ്റവും വലിയ സംയോജന കല ഏത്? രക്തം. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏത്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ഇരുമ്പ്. ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്ര? 300 മില്ലിലിറ്റർ രക്തം. രക്തത്തിലെ പ്ലാസ്മയുടെ നിറം എന്താണ്? ഇളം മഞ്ഞ. അണലി വിഷം ബാധിക്കുന്നത് ശരീരത്തിലെ എന്തിനെയാണ്? രക്തപര്യന വ്യവസ്ഥയെ. 2026 ലോക രക്തദാതാക്കളുടെ ദിനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഇറ്റലി. രക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7.4. 2020 ലോക രക്തദാന ദിന സന്ദേശം എന്തായിരുന്നു? സുരക്ഷിതമായ രക്തം ജീവൻ രക്ഷിക്കുന്നു. സേഫ് ബ്ലഡ് സേവ്സ് ലൈവ്സ് എന്നതായിരുന്നു 2020 ലോക രക്തദാന ദിന സന്ദേശം. 2020 ലോക രക്തദാന ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം ഏതായിരുന്നു? നേപ്പാൾ. ജീവൻ്റെ നദി എന്നറിയപ്പെടുന്നത് എന്താണ്? രക്തം. ഒരു പ്രമേഹ രോഗിക്ക് രക്തം ദാനം ചെയ്യാൻ കഴിയുമോ? ഒരു പ്രമേഹ രോഗിക്ക് രക്തം ദാനം ചെയ്യാൻ കഴിയുന്നതാണ്. ഏത് രക്തമാണ് അപൂർവമായി കാണപ്പെടുന്നത്? AB നെഗറ്റീവ്. 3 തരം രക്താണുക്കൾ ഏതെല്ലാം? അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെ? അസ്ഥിമജ്ജയിലാണ് അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത്. അരുണരക്താണുക്കളുടെ ആയുസ്സ് എത്ര? 120 ദിവസം. രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ? ഹീമോഫീലിയ. രക്തത്തിലെ ദ്രാവക ഭാഗം? പ്ലാസ്മ. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര? 55%. ഏത് രക്തതരത്തിലാണ് ഏറ്റവും കൂടുതൽ IQ ഉള്ളത്? AB ഗ്രൂപ്പ്. ഏത് രക്തമാണ് ഏറ്റവും ശുദ്ധമായത്? O. ഏത് രക്തഗ്രൂപ്പിനെ സാർവത്രിക സ്വീകർത്താവ് എന്ന് വിളിക്കുന്നു? AB ഗ്രൂപ്പ്. ഏത് രക്തതരത്തെ സാർവത്രിക ദാതാവ് എന്ന് വിളിക്കുന്നു? O ഗ്രൂപ്പ്. രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ നിന്നും ഉയരുന്ന അവസ്ഥ? ഹൈപ്പർ ടെൻഷൻ. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം?
3 മുതൽ 6 മിനിറ്റ്. ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണു. ആദ്യ രക്തബാങ്ക് സ്ഥാപിതമായത് എവിടെ? അമേരിക്കയിൽ. ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവ് ഗ്രൂപ്പ്. RH ഘടകമുള്ള രക്തഗ്രൂപ്പ് പോസിറ്റീവ് ഗ്രൂപ്പ്. രക്തദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട പ്രായം എത്ര? 18 വയസ്സ്. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗം രക്താർബുദം. രക്തത്തിൽ ശ്വേതരക്താണുക്കൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ലുക്കോപീനിയ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം K. ഏറ്റവും വലിയ രക്താണു ഏതാണ്? ശ്വേതരക്താണു. ജൂൺ 14 ലോക രക്തദാന ദിനമായി ആചരിക്കാൻ WHO ഔദ്യോഗികമായി തുടങ്ങിയ വർഷം ഏത്? 2005. ലോക രക്തദാന ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയുടെ ആഹ്വാനപ്രകാരമാണ്? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. പാറ്റയുടെ രക്തത്തിൻ്റെ നിറം എന്താണ്? പാറ്റയുടെ രക്തത്തിന് നിറമില്ല. ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറം എന്താണ്? നീല നിറം. രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആര്? വില്യം ഹാർവി. ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സ്ഫിഗ്മോമാനോമീറ്റർ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ രക്തം ഏത്? ഹീമോപ്യുവർ. ജൂൺ 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത് ആരുടെ ഓർമ്മയ്ക്കായാണ്? കാൾ ലാൻഡ്സ്റ്റെയ്നർ. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജൂൺ 14. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ഈ ദിനം ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കുന്നത് എത്ര മാസത്തിലൊരിക്കൽ ആണ്? 3 മുതൽ 4 മാസത്തിലൊരിക്കൽ. രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അഗ്ലൂട്ടിനേഷൻ. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഹീമോപോയിസസ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം അരിച്ച് ശുദ്ധി ചെയ്യുന്ന അവയവം ഏതാണ്? വൃക്ക. രക്തത്തിലെ ഏറ്റവും വലിയ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഹീമോസൈറ്റോമീറ്റർ. 2022 രക്തദാന ദിനത്തിൻ്റെ തീം എന്താണ്? രക്തം ദാനം ചെയ്യുന്നത് ഐക്യദാർഢ്യത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. പരിശ്രമത്തിൽ പങ്കുചേരൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് 2022 രക്തദാന ദിനത്തിൻ്റെ തീം. 2021 രക്തദാന ദിനത്തിൻ്റെ തീം എന്താണ്? രക്തം നൽകൂ, ലോകത്തെ തുടിപ്പോടെ നിലനിർത്തൂ. 2019 രക്തദാന ദിനത്തിൻ്റെ തീം എന്താണ്? എല്ലാവർക്കും സുരക്ഷിതമായ രക്തം എന്നതാണ് 2019 രക്തദാന ദിനത്തിൻ്റെ സന്ദേശം. 2018 രക്തദാന ദിനത്തിൻ്റെ തീം എന്താണ്? മറ്റൊരാൾക്കായി അവിടെ ഉണ്ടായിരിക്കുക, രക്തം നൽകുക, ജീവിതം പങ്കിടുക.
2017 രക്തദാന ദിനത്തിൻ്റെ തീം എന്താണ്? രക്തം നൽകുക, ഇപ്പോൾ തരൂ, പലപ്പോഴും നൽകുക എന്നതാണ് 2017 രക്തദാന ദിനത്തിൻ്റെ തീം. 2016 രക്തദാന ദിനത്തിൻ്റെ തീം എന്താണ്? രക്തം നമ്മെ എല്ലാവരെയും ബന്ധിപ്പിക്കുന്നു. 2015 രക്തദാന ദിനത്തിൻ്റെ തീം എന്താണ്? എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. 2014 രക്തദാന ദിനത്തിൻ്റെ തീം എന്താണ്? അമ്മമാരെ രക്ഷിക്കാൻ സുരക്ഷിത രക്തം. 2013 രക്തദാന ദിനത്തിൻ്റെ തീം എന്താണ്? ജീവൻ്റെ സമ്മാനം നൽകുക, രക്തം ദാനം ചെയ്യുക. 2012 രക്തദാന ദിനത്തിൻ്റെ തീം എന്താണ്? ഓരോ രക്തദാതാവും ഒരു ഹീറോയാണ്. ഹീമോഗ്ലോബിൻ്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഹീമോഗ്ലോബിനോമീറ്റർ. ഓക്സിജൻ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഏതാണ്? ഹീമോഗ്ലോബിൻ. മനുഷ്യ ശരീരത്തിൻ്റെ ശരാശരി രക്തസമ്മർദ്ദം എത്രയാണ്? 120/80. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണ്? കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മാംസ്യം അഥവാ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏത്? ഹെപ്പാരിൻ. രക്തം കട്ടപിടിച്ച ശേഷം ഊറിവരുന്ന ദ്രാവകം ഏത്? സീറം. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏത്? ഗ്ലൂക്കോസ്. രക്തത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നിർണ്ണയിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത്? RH ഘടകം. RH ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് അറിയപ്പെടുന്നത് എങ്ങനെ? നെഗറ്റീവ് ഗ്രൂപ്പ്. വളരെ കുറച്ച് മനുഷ്യരിൽ മാത്രം കാണുന്ന രക്തഗ്രൂപ്പ് ഏത്? ബോംബെ ഗ്രൂപ്പ് അല്ലെങ്കിൽ K0 ഗ്രൂപ്പ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? അനീമിയ. മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാതിരിക്കുന്ന ജനിതക രോഗം ഏതാണ്? ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? സോഡിയം സിട്രേറ്റ്. അരുണരക്താണുക്കളുടെ ഉൽപാദനത്തിന് സഹായകരമായ വിറ്റാമിൻ ഏത്? ഫോളിക് ആസിഡ്. ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? AB ഗ്രൂപ്പ്. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ഏത്? ജിറാഫ്. 2026 ലോക രക്തദാന ദിനത്തിൻ്റെ സന്ദേശം അഥവാ തീം എന്താണ്? മനുഷ്യത്വത്തിൻ്റെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ. 1 drop of humanity, give blood, save lives എന്നതാണ് 2026 ലോക രക്തദാന ദിനത്തിൻ്റെ തീം. കാൾ ലാൻഡ്സ്റ്റൈനർക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം ഏത്? 1930. ശരീരഭാരത്തിൻ്റെ എത്ര ശതമാനമാണ് സാധാരണയായി രക്തം ഉണ്ടാകുക? ഏകദേശം 7 മുതൽ 8% വരെ.
ശേഖരിച്ച രക്തം സാധാരണയായി രക്തബാങ്കുകളിൽ എത്ര ദിവസം വരെ സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും? 35 മുതൽ 42 ദിവസം വരെ. രക്തം നൽകുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ ശരീരഭാരം എത്ര? 45 to 50 കിലോഗ്രാം.